ISLലെ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിദേശ താരങ്ങൾ കൂട്ടമായി പടിയിറങ്ങുന്നതിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷിയായത്. പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസ് മെൻഡസ് കരാർ റദ്ദാക്കി ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ അഡ്രിയാൻ ലൂണ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടുകയും ചെയ്തു. സീസൺ അവസാനിക്കുന്നവരെയുള്ള ലോണിലാണ് തൽക്കാലത്തേക്ക് ലൂണ ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. എന്നാൽ ഇതുകൊണ്ടൊന്നും താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ആർക്കും വേണ്ട. ഇനിയും ക്ലബ്ബിൽ നിന്ന് വിദേശ താരങ്ങൾ പോയേക്കുമെന്ന് മാർക്കസ് മർഗലാവോ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലൂണയും ആൽവസും ക്ലബ്ബ് വിട്ടതിന് ശേഷം ക്ലബ്ബിൽ അവശേഷിക്കുന്ന വിദേശ താരങ്ങൾ സ്പാനിഷ് സ്ട്രൈക്കറായ കോൾദോ ഒബിയേറ്റ, ദുസാൽ അഗാത്തോ, യുവാൻ റോഡ്രിഗസ്, നോവാ സദോയി എന്നിവരാണ്. ഇവരിൽ ആരുടെ ഊഴമാണ് അടുത്തത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എല്ലാവർക്കും 2026 വരെ മാത്രം കരാറുള്ളത് കൊണ്ട് ആരും പോയാലും അതൊരു പെർമനന്റ് ട്രാൻസ്ഫർ ആയിരിക്കും. കരാറുള്ള വിദേശ താരങ്ങൾ ഇങ്ങനെ ക്ലബ്ബ് വിട്ടു പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ ISL ക്ലബ്ബുകളും സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ലൂണ ക്ലബ്ബ് വിടുന്ന കാര്യം അറിയിച്ച് ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച പോസ്റ്റിൽ പലരും കാര്യങ്ങൾ അറിയാതെ ആഡിസൈൻ തുടങ്ങിയെന്നൊക്കെ കമന്റ് ചെയ്യുന്നത് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഇത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താരങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ്. അവർക്ക് ഗെയിം ടൈം ലഭിക്കാതെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനാൽ തന്നെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ടാണ് ക്ലബ്ബ് ശ്രമിക്കുന്നത്. ഇത് ISLലെ പ്രതിസന്ധി ആരംഭിച്ച ഘട്ടം മുതൽ ക്ലബ്ബ് എടുത്തിട്ടുള്ള നിലപാടാണ്.